ഹായ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് നമ്മൾ റിവൈസ് ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി റിലേഷൻസ്, രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് നമുക്ക് ഞാൻ റിവൈസ് ചെയ്യാം. അതായത് റിലേഷൻ പറയുന്നതിന് മുമ്പ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയാം. എ ക്രോസ് ബി, രണ്ട് സെറ്റ് എയും ബി എന്നാൽ ക്രോസ് പ്രോഡക്റ്റ്. എയും ബിയും രണ്ട് സെറ്റ് ഉണ്ട്. എ ക്രോസ് ബി എന്ന് പറയുന്നത്, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എക്സ് വൈ. എക്സ് വൈ പെയർ ആയിട്ട് എഴുതുന്നതാണ് എ ക്രോസ് ബി. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് എയിലുണ്ടായിരിക്കണം, വൈ ബിയിലുണ്ടായിരിക്കണം. എയിലെ എലിമെന്റ്സ് ആദ്യം, എ ക്രോസ് ബി എഴുതുമ്പോൾ എയിലേത് ഫസ്റ്റും ബിയിലേത് സെക്കൻഡും വരും. ബി ക്രോസ് ആയി എഴുതുന്നെങ്കിൽ ബിയിലേത് ഫസ്റ്റും എയിലേത് സെക്കൻഡും വരും. എക്സാമ്പിൾ കാണിക്കാം, അപ്പോൾ പെട്ടെന്ന് ഓടിച്ച് പറയാവുന്നേ ഉള്ളൂ. എ ഇസ് ഇക്വൽ ടു സെറ്റ് 1 2 3, ബി ഇസ് ഇക്വൽ ടു സെറ്റ് 6 7 ആണെങ്കിൽ എ ക്രോസ് ബി നിങ്ങൾക്ക് അറിയാവുന്ന എ ക്രോസ് ബി ഇസ് ഇക്വൽ ടു ഈ സെറ്റിന്റെ അകത്ത് ആദ്യം 1ന്റെ കോമ്പിനേഷൻ ഫുൾ എഴുതുക. ആദ്യം എയിലെ 1 എടുക്കുക, 1ഉം ബിയിലെ 6ഉം 7ഉം. അപ്പോൾ 1 6ഉം വരും, 1 7ഉം വരും. പലരും ഈ ക്രോസ് കാണും 1 × 6 1 × 7 എന്നൊക്കെ എഴുതും. ശ്രദ്ധിച്ചോണം, പെയറാണ്. 1 6 പെയർ ആയിട്ട് എഴുതുക, 1 7 അടുത്ത പെയർ. 1 തീർന്നു, ഇനി 2 എടുക്കുക. 2 6ഉം 2 7ഉം. 2 തീർന്നു, ഇനി 3 എടുക്കുക. 3 6ഉം 3 7ഉം. ഇതാണ് എ ക്രോസ് ബി. ബി ക്രോസ് എ എന്ന് പറയുമ്പോഴത്തേക്കും, ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു വരും. ബിയിലേത് ആദ്യം, എയിലെ രണ്ടാമത്. ബിയിലെ 6 ആദ്യം എഴുതണം. 6 എയിലേത് പിന്നീട്. 6 1 6 2 6 3. ബിയിലെ 6 തീർന്നു, ഇനി 7 എടുക്കുക. 7 1 7 2 7 3. ഇതാണ് എ ക്രോസ് ബി, ബി ക്രോസ് എ. വളരെ സിമ്പിൾ ആണ്, ചോദിക്കാവുന്ന. എ ക്രോസ് ബി, ബി ക്രോസ് എ വെച്ച് റിസൾട്ടൊക്കെ വെരിഫൈ ചെയ്യാൻ ചോദിക്കാവുന്ന. ഇത് വളരെ എളുപ്പമാണ്. എ ക്രോസ് ബി എഴുതുന്നു, ബി ക്രോസ് എ എഴുതുന്നു. ഇത് നോക്കാം, എയിൽ ഇവിടെ 3 എലിമെന്റ്സ് ഉണ്ട്, ബിയിൽ 2. ക്രോസ് പ്രോഡക്റ്റിൽ എത്രയാന്ന് നോക്കിയേ, 1 2 3 4 5 6. എ ക്രോസ് ബിയിൽ 2 × 3 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എയിൽ m എലിമെന്റ്സും ബിയിൽ n എലിമെന്റ്സും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ m × n എലിമെന്റ്സ് ആണ്, mn എലിമെന്റ്സ്. അത് ഓർത്തിരുന്നോ, എയിൽ m എലിമെന്റ്സും ബിയിൽ n എലിമെന്റ്സും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ m × n എലിമെന്റ്സ് ആണ് ഉള്ളത്. ഇനി അതുപോലെ തന്നെ ഇവിടെ വരാവുന്നത് 2 പേഴ്സ് ഈക്വൽ ആണ് വരും. ഇക്വാളിറ്റി ഓഫ് 2 പേഴ്സ്. 2 പേഴ്സ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. 2 പേഴ്സ് ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയണേ, x/3 + 1 y - 2/3. ഈ പെയറും ഇങ്ങനെ ഒരു പെയറും 5/3 1/3 എന്ന് പറയുന്ന അടുത്ത പെയറും 5/3 1/3 എന്ന് പറയുന്ന അടുത്ത പെയറും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എക്സും വൈയും കണ്ടുപിടിക്കണം. ഫൈൻഡ് x ആൻഡ് y. കണ്ടുപിടിക്കേണ്ട വളരെ എളുപ്പമാണ്. ഫസ്റ്റ് കമ്പോണൻസ് ഇവിടെ x/3 + 1 ആണ്, ഇവിടെ 5/3. അത് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ. സെക്കൻഡ് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എഴുതാം, x/3 + 1 = 5/3 ആൻഡ് അടുത്ത പേർ y - 2/3 = 1/3. ഇത് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് x/3 = 5/3 - 1 എഴുതാം. +1 അപ്പുറം -1 ആകും. അത് LCM എടുക്കുക. 3 LCM എടുക്കുമ്പോൾ 5 - 3 വരും. അതായത് x/3 = 2/3 വരും. x = 2/3 × 2 × 3/3 അപ്പുറം × 3 വരും. 3 വെട്ടി പോയിട്ട് 2 കിട്ടും ആൻസർ. എക്സിന്റെ വാല്യൂ 2 കിട്ടും. ഇതുപോലെ തന്നെ y കണ്ടുപിടിക്കുക. y = -2/3 അപ്പുറയിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 1/3 + 2/3 വരും. 3 LCM എടുക്കുമ്പോൾ 3 തന്നെ കോമണാണ്, അപ്പോൾ 1 + 2 3/3 വരും. ആൻസർ 1. അപ്പോൾ x = 2 എന്നും y = 1 എന്നും കിട്ടും. ഇത് ഇങ്ങനെ 2 പേർ ഈക്വൽ ആണെന്ന് തന്നാൽ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തോളാം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എ തന്നിട്ട് എ ക്രോസ് എ കാണാൻ ചോദിക്കും. ഒരു എ തന്നിട്ട് എ ക്രോസ് എ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് എ = സെറ്റ് -1 1. നിങ്ങളോട് എ ക്രോസ് എ കാണാൻ പറയാം. ഒറ്റയടിക്ക് എ ക്രോസ് എ കാണാൻ പറ്റില്ല. അത് രണ്ടായിട്ട് എഴുതുക. ആദ്യം എ ക്രോസ് എ കണ്ടിട്ട് പിന്നീട് എ ക്രോസ് എ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് എ ക്രോസ് എ കാണാം. എ ക്രോസ് എ എന്ന് പറയുമ്പോൾ -1 1 ക്രോസ് -1 1. ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാൻ അറിയാമല്ലോ. സെറ്റിൻ്റെ അകത്ത് -1 -1 -1 1 -1 ആയിട്ടുള്ള 2 കൊടുത്തു. ഇനി 1 ആയിട്ട് 1 - 1 1 1. ഇത്രയാണ് എ ക്രോസ് എ വരുന്നത്. നമുക്ക് എ ക്രോസ് എ കാണാം. എ ക്രോസ് എ ഓൾറെഡി കണ്ടു, അതും എയുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക.
അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇത് അതങ്ങ് എഴുതാം. എ ക്രോസ് ആദ്യം എഴുതാം. ഇപ്പം കിട്ടിയ എ ക്രോസ് അത് ഫുൾ അങ്ങ് എഴുതാം. -1 -1 -1 1 1 -1 1 1 അത് എ ക്രോസ്. ഇനി അത് എയുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. എ ക്രോസ് എയും എയും കൂടെയുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. ആദ്യത്തെ എലിമെന്റ് 1 -1 എടുക്കുന്നു. ഇത് -1 വരും 1 വരും. ഈ ഒരു എലിമെന്റിന്റെ കൂടെ അത് രണ്ടും വരും. അത് നമുക്ക് എഴുതാം. ആദ്യം ദാറ്റ് ഈസ് ഈക്വൽ ടു -1 -1ന്റെ കൂടെ -1 കൂടെ വരും. 3 എണ്ണം വരും ഒരു പേരിൻ്റെ അത് കോമ. ഇനി അത് അടുത്ത 1 ചെയ്യണം. ഈ -1 -1ന്റെ കൂടെ ലാസ്റ്റത്തെ 1 വരും. അപ്പം അത് തീർന്നു. ഇനി അതുപോലെ അടുത്ത എലിമെന്റ് -1 1 എടുക്കുന്നു. -1 1 ഇത് രണ്ടുമായിട്ട് മാർക്ക് ചെയ്യണം. -1 1ഉം അതിന്റെ കൂടെ ഫസ്റ്റ് -1 വരുന്നു. അതുപോലെ തന്നെ -1 1ന്റെ കൂടെ ലാസ്റ്റത്തെ 1 വരുന്നു. ഇനി ഇതുപോലെ തന്നെ 1 -1ന്റെ കൂടെ ഇത് രണ്ടും എടുക്കുക. 1 -1ന്റെ കൂടെ -1 ആദ്യം വരുന്നു. അതുപോലെ തന്നെ 1 -1ന്റെ കൂടെ 1ഉം വരും. ഇനി അതുപോലെ 1 1ന്റെ കൂടെ അത് രണ്ടും എടുക്കുക. 1 1ന്റെ കൂടെ -1ഉം വരുന്നു. 1 1ന്റെ കൂടെ 1ഉം വരുന്നു. ഇപ്പം 2 × 2 × 2 8 വരും. ഇതാണ് എ ക്രോസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. -1 1 വരണമെന്നില്ല. ചിലപ്പോൾ 1 2 ആയിരിക്കാം, ചിലപ്പോൾ AB ആയിരിക്കാം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി എ ക്രോസ് ബി തന്നിട്ട് എയും ബിയും എഴുതാനൊക്കെ ചോദിക്കാം. എ ക്രോസ് ബി തന്നിട്ട് എയും ബിയും. എ ക്രോസ് ബി സപ്പോസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് AX AY BX BY ആണെന്ന് വിചാരിക്കാം. എയും ബിയും എഴുതാൻ ചോദിക്കും. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന എലിമെന്റ്സാ. എ ക്രോസ് ബി വരുമ്പോൾ എയിലെ എലിമെന്റ്സിന് ഫസ്റ്റ് വരുന്ന എയിലെ ഫസ്റ്റ് വരുന്ന ഇവിടെ എ ഉണ്ട്. എ റിപ്പീറ്റ് ചെയ്യുന്നു വേണ്ട. ബി വരുന്നുണ്ട്. എയും ബിയും. ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്പോണൻസ് ആണ്. സെക്കൻഡ് കമ്പോണൻസ് X Y ഒരു എക്സും വൈ എഴുതിയത്. ആദ്യം വരുന്നത് എയിലെ എലിമെന്റ്സും. എ ക്രോസ് ബി ആണെങ്കിൽ ആദ്യം വരുന്ന എയിലെ എലിമെന്റ്സും രണ്ടാമത് വരുന്ന ബിയിലെ എലിമെന്റ്സും. ബി ക്രോസ് എ ആണെങ്കിൽ ആദ്യം വരുന്ന ബിയിലേത് രണ്ടാമത് വരുന്നതാണ് എയിലെ. അപ്പൊ നോക്കി ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ എയും ബിയും സിയും തന്നിട്ട് റിസൾട്ട് വെരിഫൈ ചെയ്യാൻ ചോദിക്കാം. അത് A12 B12 3 4 A12 B1 2 3 4 C5 6 എന്നിട്ട് A ക്രോസ് B യൂണിയൻ C അല്ലെ A ക്രോസ് B ഇന്റർസെക്ഷൻ C. A ക്രോസ് B ഇന്റർസെക്ഷൻ C എന്ന് പറഞ്ഞാൽ A ക്രോസ് B ഇന്റർസെക്ഷൻ A ക്രോസ് C ആണെന്നും അതുപോലെ യൂണിയൻ A ക്രോസ് B യൂണിയൻ C എന്ന് പറയുന്നത് A ക്രോസ് B യൂണിയൻ A ക്രോസ് C ആണെന്നും പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാവുന്ന. അത് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് വൺ ഒന്നാമത്തെ ചെയ്യാം. ഒന്നാമത്തെ ചെയ്യണമെങ്കിൽ B ഇന്റർസെക്ഷൻ C ആദ്യം കാണുക. ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ലെഫ്റ്റ് സൈഡ് കാണുന്ന ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യാം. B ഇന്റർസെക്ഷൻ C. B ഇന്റർസെക്ഷൻ C എന്നാൽ ബിക്കും സിക്കും കോമൺ ആയിട്ട് ഇന്റർസെക്ഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ കോമൺ. ബിയിൽ 1 2 3 4 ആണ്. സിയിൽ 5 6 ആണ്. കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പം നൾ സെറ്റ് 5 വരും. B ഇന്റർസെക്ഷൻ C 5 വരും. അപ്പോൾ A ക്രോസ് B ഇന്റർസെക്ഷൻ C എന്ന് പറയുമ്പോൾ A ക്രോസ് B ഇന്റർസെക്ഷൻ C എഴുതുമ്പോൾ ഫസ്റ്റ് എയിലേതും സെക്കൻഡ് B ഇന്റർസെക്ഷൻ സിയിലേതും എഴുതുന്നത്. എയിലേത് എഴുതാനുണ്ട്, B ഇന്റർസെക്ഷൻ സിയിൽ എലമെന്റ് ഇല്ല. അപ്പം പെയർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. രണ്ടാമത്തെ പെയർ എഴുതാനില്ല, എലമെന്റ് ഇല്ല. അതുകൊണ്ട് അതും 5 വരും. ഏതെങ്കിലും ഒരു സെറ്റ് 5 ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റും 5 ആയിരിക്കും. നമുക്ക് പെയർ ചെയ്യാൻ മാപ്പ് ചെയ്യാൻ എലമെന്റ് ഒന്നും ഇല്ല. എലമെന്റ് ഇല്ലെങ്കിൽ 5 ആണ് സെറ്റ് തരിക. ഒരെണ്ണം 5 ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റും 5 വരുള്ളൂ. 5 വരും. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിന്റെ കിട്ടി. A ക്രോസ് B ഇന്റർസെക്ഷൻ C 5 കിട്ടി. ഇനി റൈറ്റ് സൈഡും ചെയ്യാം. A ക്രോസ് ബിയും കാണാം, A ക്രോസ് സിയും കാണാം. A ക്രോസ് B കാണാം. A ക്രോസ് B കാണുമ്പോൾ എയും ബിയും കൂടെയുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. എയും ബിയും എയിലെ എലമെന്റ് ആദ്യം 1 1 1 2 1 3 1 4 അതെഴുതി. ഇനി 2 ആയിട്ട് 2 1 2 2 2 3 2 4 A ക്രോസ്. ഇനി A ക്രോസ് സിയും കാണാം. A ക്രോസ് സി ഈസ് ഈക്വൽ ടു എയും സിയും കൂടെ എടുക്കണ്ടേ. 1 2 5 6 അപ്പോൾ 1 5 1 6 2 5 2 6. അപ്പോൾ A ക്രോസ് ബിയും കിട്ടി, A ക്രോസ് സിയും കിട്ടി.
ഇനി അതിന് ഇന്റർസെക്ഷൻ എടുക്കണം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. എയിലും ബിയിലും കോമൺ ആയിട്ട് ഇന്റർസെക്ഷനും കോമൺ. എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 1 1 ഇവിടെ ഇല്ല, 1 2 ഇവിടെ ഒന്നും ഇല്ല, 1 3 ഇല്ല, കോമൺ ആയിട്ട് ഒന്നും ഇല്ല. 5 വരും. ഓക്കെ, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 5 ആണ്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ അത് സെയിം ഈക്വൽ ആണ് കിട്ടി. എ ക്രോസ് ഈ ഫസ്റ്റ് റിസൾട്ട് കിട്ടി നമുക്ക്. ഓക്കെ, അതുപോലെ സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം. ബി യൂണിയൻ സി കണ്ടിട്ട് എയുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എഴുതണം. ആദ്യം ബി യൂണിയൻ സി കാണുക. ബി യൂണിയൻ സി എന്ന് പറയുന്നത് ബിയും സിയും കൂടെ ഉള്ള യൂണിയനാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ എഴുതണം. ബിയും ഫുൾ എഴുതണം, സിയും ഫുൾ എഴുതണം. ബി ഫുൾ എഴുതുക, 1 ഉം 2 ഉം 3 ഉം 4. ഇനി സിയും കൂടെ എഴുതുക, 5 ഉം 6 ഉം. 5 ഉം 6 ഇവിടെ വന്നിട്ടില്ല, അപ്പോൾ ഫുൾ എഴുതണം, 5 ഉം 6 ഉം. ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എഴുതണം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. എയും ബി ക്രോസ് ബി യൂണിയൻ സിയും കൂടെയുള്ള ഇന്റർസെക്ഷൻ ക്രോസ് ആയിരിക്കല്ലേ. എയും ബി യൂണിയൻ സിയും കൂടെയുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. എയിലെ ഫസ്റ്റ് എലിമെന്റ് 1 ഇതും എല്ലാം ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് 1 1 1 2 1 3 1 4 1 5 1 6. 1ന്റെ തീർക്കും. ഇനി എയിലെ 2 വെച്ച് ഇത് കൂടി എടുക്കുക. 2 1 തൊട്ട് 2 6 വരെ. 2 1 2 2 2 3 2 4 2 5 2 6. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് കിട്ടി. എ ക്രോസ് ബി യൂണിയൻ സി കിട്ടി. എ ക്രോസ് ബി യൂണിയൻ സി അല്ലേ ഇന്റർസെക്ഷൻ എഴുതിപ്പോയത്. എ ക്രോസ് ബി യൂണിയൻ സി. എ ക്രോസ് ബി യൂണിയൻ സി ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് ചെയ്യേണ്ട എ ക്രോസ് ബിയും കാണാം, എ ക്രോസ് സിയും കാണാം. അത് നമ്മളിവിടെ മുമ്പത്തെ ക്വസ്റ്റിനകത്ത് എഴുതിയിട്ടുണ്ട്. എ ക്രോസ് ബിയും കിട്ടി, എ ക്രോസ് സിയും കിട്ടി. ഇനി അതിന്റെ യൂണിയൻ എടുക്കണം. അടുത്ത അതിന്റെ യൂണിയൻ എടുക്കുക. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അപ്പൊ ആ ഫുൾ എഴുതണം. എ ക്രോസ് ബിയും ഫുൾ എഴുതണം, എ ക്രോസ് സിയും ഫുൾ എഴുതണം. അത് ഫുൾ അങ്ങ് എഴുതുക. 1 1 1 2 1 3 1 4 കഴിഞ്ഞ് 2 1 2 2 2 3 2 4. ഇനി ഇത് ഫുള്ള് 1 5 എന്ന് എഴുതിയിട്ടില്ലല്ലോ, അപ്പം അതും ഫുള്ള് എഴുതണം. 1 5 1 6 2 5 2 6. അപ്പം ഈ രണ്ട് സെറ്റും സെയിം ആണെന്ന് നോക്കാം. 1 1 1 2 1 3 1 4 1 5 1 6. ഇവിടെ ഉണ്ടല്ലോ 1 1 1 2 1 3 1 4 1 5 1 6. ഓർഡർ മാറി കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ 2 1 തൊട്ട് 2 6 വരെ 2 1 2 2 2 3 2 4 2 5 2 6. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടി. അത് വെരിഫിക്കേഷനായി. ഇങ്ങനെ ചെയ്യണം. അപ്പം ക്രോസ് പ്രോഡക്റ്റിന്റെ എത്രയും കാര്യങ്ങളുണ്ട്, നന്നായിട്ട് പഠിച്ചോണം. അത് ശരിക്കും ചെയ്ത് പഠിച്ചോണം. ഒത്തിരി പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് ശരിക്കും ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന റിലേഷൻസ് ആണ്. റിലേഷൻസ് ശരിക്കും നമ്മൾ സെക്കൻഡ് ഇയറിൽ ഒന്ന് പഠിച്ചതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് രണ്ട് സെറ്റ് എയും ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ. ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ. അതായത് എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റ് എടുത്താലും നിങ്ങൾക്ക് ഓരോ റിലേഷൻ കിട്ടും. എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റ് എടുത്താലും നിങ്ങൾക്ക് ഓരോ റിലേഷൻ കിട്ടും. അപ്പം റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അത് ഓർക്കുക, എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിലേഷൻ കിട്ടും. എയിൽ എം എലമെന്റ്സും ബിയിൽ എൻ എലമെന്റ്സും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ എം ഇൻറ്റു എൻ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് നമുക്കുണ്ട്. എ ക്രോസ് ബിയിൽ എം ഇൻറ്റു എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിക്ക് 2⁻m സബ്സെറ്റ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞൊന്നും പഠിക്കാൻ പോകണ്ട. എയിൽ എം എലമെന്റ്സും ബിയിൽ എൻ എലമെന്റ്സും ഉണ്ടെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ 2⁻mn ആണ്. 2⁻mn റിലേഷൻസ് ആണ്. റിലേഷൻ ഫ്രം എ ടു ബി, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ 2⁻m ആണ്. ചോദിക്കാവുന്ന കേട്ടോ. m ഇൻറ്റു n എന്ന് വെച്ചാൽ എ ക്രോസ് ബിയുടെ എണ്ണം, n ഓഫ് എ ക്രോസ് ബി ആണ്. അപ്പോൾ എയിലെ എലമെന്റ്സ് എമ്മും ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്നും ആണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം 2⁻mn ആണ്. അതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള 2⁻mn. ചിലപ്പോൾ എയിൽ 6 എലമെന്റ്, ബിയിൽ 5 എലമെന്റ് ഉണ്ടെന്ന് പറയും. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക, 2⁻6 × 5.
അതായത് 230. അത് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട, ഇത്ര എഴുതിയാൽ മതി. 230. പലരും 6 into 5 30 എന്ന് എഴുതും. 2 എഴുതണം, അത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് റിലേഷൻ, ഒരു റിലേഷൻ തന്നാൽ, റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഡേഡ് പേഴ്സ് ആണല്ലോ. റിലേഷൻസ് റോസ്റ്റർ ഫോമിൽ എഴുതേണ്ടി വരും, റിലേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന കമ്പോണൻസിന്റെ ഒക്കെ സെറ്റാണ് അതിന്റെ ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കമ്പോണൻസും റേഞ്ച് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് കമ്പോണൻസും. സെക്കൻഡ് കമ്പോണൻസിന്റെ സെറ്റാണ് റേഞ്ച്, ഫസ്റ്റ് കമ്പോണൻസിന്റെ സെറ്റാണ് ഡൊമൈൻ. അത് ഓർക്കണം. അപ്പൊ ഇനി നമുക്ക് റിലേഷൻസ് എഴുതാം. എ എന്ന് പറഞ്ഞ സെറ്റ് 1 തൊട്ട് 14 വരെ. ഇനി റിലേഷൻ പറയാൻ വേണ്ടി 2 സെറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ, എ ആണെങ്കിലും മതി. റിലേഷൻ ഓൺ എ എന്ന് പറയാം. റിലേഷൻ ഓൺ എ, അപ്പൊ എയിൽ നിന്ന് എയിലേക്ക് തന്നെ. അപ്പൊ ആ 2 എലമെന്റും എക്സും വൈയും എയിലേതായിരിക്കണം എന്ന് ഓർത്താൽ മതി. അപ്പം ഇനി നമ്മളിവിടെ തന്നിരിക്കുന്ന റിലേഷൻ ആർ എന്ന് പറയുന്നത് ഓൺ എ ആണ്, അതായത് എയിൽ നിന്ന് എയിലേക്കാണ്, അതായത് എക്സും വൈയും എയിലായിരിക്കണം. given by R is equal to set of all x, y such that 3x minus y equal to 0. ഇവിടെ x belongs to x, y belongs to a എന്നൊക്കെ തന്നിട്ടുണ്ട്. തന്നില്ലേലും ഓർത്തോണം റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ, റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ ഈ എക്സും ഈ വൈയും എയിൽ തന്നെ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 14 വരെയുള്ള എലമെന്റ്സേ വരാവുള്ളൂ, ഓർത്തോണം. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് റിലേഷൻ എഴുതാം. റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതി ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ നമുക്കിവിടെ 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പൊ അതിനെ വേണമെങ്കിൽ 3x ഈക്വൽ ടു വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു 3x എഴുതാം. ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് എക്സിനെ കൊടുക്കാവുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കും. എക്സ് എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സ് ആണ്. 1 തൊട്ട് 14 വരെയുള്ള എലമെന്റ്സ് എക്സിൽ എടുക്കാം. അപ്പൊ വൈയും ഉണ്ടായിരിക്കണം. എക്സും വൈയും എയിൽ തന്നെ വന്നാലേ ആ പെയർ റിലേഷനകത്ത് വരുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം x is equal to 1 belongs to a ആണ്. അപ്പോൾ y കണ്ടുപിടിക്കാം. y എന്ന് പറഞ്ഞാൽ 3x അല്ലേ. 3 into x 1 ആണ്, 3 വരും. 3 ഇതിനകത്തുണ്ട്, ബിലോങ്സ് ടു എ ആണ്. അപ്പൊ എക്സും 1ഉം എയിലുണ്ട്, y 3ഉം എയിലുണ്ട്. അതുകൊണ്ട് 1 3 എന്ന് പറയുന്ന പെയർ നമ്മുടെ റിലേഷനകത്ത് വരും. എക്സും വൈയും എയിലുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് പെയർ നമ്മുടെ റിലേഷനകത്തുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അടുത്ത എക്സിന്റെ അടുത്ത വാല്യൂ കൊടുക്കാം. എക്സിന് 2 കൊടുക്കാം, ബിലോങ്സ് ടു എ ആണ്. y എന്ന് പറയുമ്പോൾ 3 into x, 3 into 2 6 നോക്കാം. 1 2 3 എക്സെട്ര 6 ഇതിന്റെ ഇടയ്ക്കുണ്ട്. 1 തൊട്ട് 14 വരെയുള്ളതെല്ലാം എയിലുണ്ട്. അപ്പൊ 6 ബിലോങ്സ് ടു എ ആണ്. അപ്പം 2ഉം എയിലുണ്ട്, y ആയ 6ഉം എയിലുണ്ട്. അപ്പം എക്സ് വൈ ആയ 2 6 റിലേഷനകത്തുണ്ട്. എക്സും വൈയും എയിലുണ്ട്, റിലേഷനകത്ത് ആ പെയർ വരും. ഇനി എക്സിന് 3 കൊടുക്കാം, 3 ബിലോങ്സ് ടു എ. അപ്പോൾ y എന്ന് പറയുന്നത് 3 into 3 9 ആണ്. 9 ഇതിന്റെ അകത്താണ്, ബിലോങ്സ് ടു എ ആണ്. അടുത്ത പെയർ കിട്ടി 3 9. 3 9 ബിലോങ്സ് ടു ആർ, റിലേഷനകത്ത് വന്നു. അടുത്ത x is equal to 4 ബിലോങ്സ് ടു എ. y എന്ന് പറഞ്ഞാൽ 3 into 4 12 ആണ്, അതും എയിലുണ്ട്. 14 വരെയുള്ളതൊക്കെ എയിലുണ്ട്. അപ്പൊ അടുത്ത പേര് കിട്ടി 4 12 ബിലോങ്സ് ടു ആർ. ഇനി എക്സിന് 5 കൊടുക്കാം, 5 ബിലോങ്സ് ടു എ ആണ്. y അപ്പോൾ 3 into 5 15 ആണ്. 15 നോക്കാം, ഇല്ല 14 വരെ ഉള്ളൂ. 15 നോട്ട് ബിലോങ്സ് ടു എ. അപ്പൊ ആ പേർ എഴുതണ്ട. നമുക്ക് കിട്ടിയ പേർ നമ്മുടെ റിലേഷനകത്തുള്ളത് ഇനി അങ്ങോട്ട് മുന്നോട്ട് എടുക്കണ്ട. ഇനി 18 ആവും, അതൊന്നും വരികയില്ല. ഈ 4 എണ്ണമേ റിലേഷനകത്തുള്ളൂ. അപ്പൊ റിലേഷനകത്ത് R is equal to ആ 4 എണ്ണം എഴുതുക. 1 3 2 6 3 9 4 12. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി ഡൊമൈനും റേഞ്ചും എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് കമ്പോണൻസ്. ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വരുന്നത് 1 2 3 4. എക്സിന്റെ വാല്യൂസ് 1 2 3 4. ഇതാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് കമ്പോണൻസ് ആണ്. സെക്കൻഡ് വരുന്നത് 3 6 9 12. 3 6 9 12. ഇങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത്. ഈ പല റിലേഷൻ നിങ്ങൾക്ക് തരും, അത് വെച്ച് നിങ്ങൾ ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കണം. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി വേറെ ക്വസ്റ്റ്യൻ. A 1 2 3 5. A 1 2 3 5. B എന്ന് പറയുന്നത് 4 6 9. R is a relation from A to B. A to B എന്ന് പറയുമ്പോൾ ആദ്യത്തേത് x എയിലും y ബിയിലും ആണ്. A to B വരുമ്പോൾ അങ്ങനെ റിലേഷൻ R is equal to set of all x y such that x belongs to A, y belongs to B. And set of all x y such that difference between x and y is odd. Difference between
എക്സ് ആൻഡ് വൈ ഈസ് ഓഡ് നമ്പർ. അത് എക്സ് മൈനസ് വൈ എന്നോ വൈ മൈനസ് എക്സ് എന്നോ എഴുതാം. ഡിഫറൻസ് എക്സിന്റെയും വൈയുടെയും വ്യത്യാസം അത് ആദ്യം ഏത് എഴുതിയാലും കുഴപ്പമില്ല, എക്സ് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, വൈ ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. എക്സിന്റെയും വൈയുടെയും വ്യത്യാസം ഓഡ് നമ്പർ ആയിരിക്കും. ഓഡ് നമ്പർ ആയാൽ മതി. അങ്ങനെ വരുന്നത് എല്ലാം എഴുതാം. അപ്പൊ നമുക്കിവിടെ മുമ്പേ കൊടുത്താൽ എക്സിനും വൈക്കും വാല്യൂ കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ എ ക്രോസ് ബി ഫുൾ എടുക്കണം. എ ക്രോസ് ബി ഫുൾ എടുത്തിട്ട് ആ ഡിഫറൻസ് ഓട് വരുന്നത് മാത്രം എഴുതിയാൽ മതി. എ ക്രോസ് ബി ഫുൾ എടുത്ത് നോക്കുക. നമുക്ക് ഇവിടെ നമ്മൾക്ക് ചുമ്മാ എഴുതാവുന്നേ ഉള്ളൂ. ആർ ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ സൈഡിൽ നിന്ന് എഴുതിക്കണം. എ ക്രോസ് ബിയിലെ എലമെന്റ്സ് 1 4 1 6 1 9 ഇതാണ് എ ക്രോസ് ബിയിലെ എലമെന്റ്സ്. അതുപോലെ 2 4 2 6 2 9 ഇത് നോക്കാം. 1ന്റെ 4ന്റെ ഡിഫറൻസ് 4ന്റെ 1ന്റെ ഡിഫറൻസ് 3 ആ, ഓടാ. 1 6 വരും, ഡിഫറൻസ് 5 വരും. ഇത് ഓടാ, ഇത് ഓടാണ്. ടിക്കും കിട്ടാതെ ഇത് ഓടാണ്, ഇത് ഓടാണ്. 1ഉം 9ഉം വരുമ്പോൾ ഡിഫറൻസ് 8 ആ, ഈവനാ. ഇത് പറ്റത്തില്ല. അതുപോലെ 2ന്റെ എടുക്കുമ്പോഴത്തേക്കും 2 4 2 6 2 9 ക്രോസ് പ്രോഡക്റ്റ് ഫുൾ എടുത്ത് ചെക്ക് ചെയ്യണം. 2 4 എടുക്കുമ്പോൾ ഡിഫറൻസ് 2, 4 - 2 അത് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഡിഫറൻസ് 4 അത് എടുക്കാൻ പറ്റില്ല. 2 9 എടുക്കുമ്പോൾ 7 വരും. ഇപ്പൊ ഇത് എടുക്കാം. അങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു നോക്കിയാൽ മതി. ആദ്യം 1 4 വരും, 1 6 വരും, 1 9 പറ്റത്തില്ല. ഇനി 2ന്റെ 2 4 പറ്റത്തില്ല, 2 6 പറ്റത്തില്ല, 2 9 ഓക്കെ. ഇനി 3 എടുക്കാം. 3 4 ഡിഫറൻസ് 1 ആ, ഓക്കെ. 3 6 ഡിഫറൻസ് 3 ആ, അത് എടുക്കാം. 3 9 എടുക്കുമ്പോഴത്തേക്കും ഡിഫറൻസ് എത്രയാ? 3 9 ഒരു ഡിഫറൻസ് 6 ആ, പറ്റത്തില്ല. അപ്പൊ 3യുടെ തീർന്നു. ഇനി 5ന്റെ എടുക്കാം. 5 4 ഡിഫറൻസ് 1 ആ, എടുക്കാം. 5 6 ഡിഫറൻസ് അവിടെയും 1 ആ, അതും എടുക്കാം. 5 9 ഡിഫറൻസ് 4 ആ, അത് പറ്റത്തില്ല. ഇത്രയാണ് നമ്മുടെ റിലേഷൻ വരുന്നത്. അപ്പൊ ചിലത് ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം, ചിലത് ക്രോസ് പ്രോഡക്റ്റ് എല്ലാം ചെക്ക് ചെയ്യണം, എന്നിട്ട് എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ഡൊമൈൻ എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. 1 2 3 5. റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന 4 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. 4 6 9 4 6 അത് തന്നെയാണ്. ഇതാണ് ഡൊമൈനും റേഞ്ചും. അത് മനസ്സിലായല്ലോ. അതിൻ്റെ അകത്ത് ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ചെയ്ത സമയങ്ങളുണ്ടല്ലോ. ആ ചിലപ്പോൾ ആരോ ഡയഗ്രം തരുവേ. ആരോ ഡയഗ്രം തന്നിട്ട് റേഞ്ച് എഴുതാൻ റിലേഷൻ എഴുതാൻ ചോദിക്കാം. 5 6 7 3 4 5 5 3 6 4 7 5 ഇതാണ് റിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരോ ഡയഗ്രം. ഇത് പി, ഇത് ക്യൂ, രണ്ട് സെറ്റ്. അപ്പൊ നമുക്ക് റിലേഷൻ ഇത് റിലേഷൻ ആറിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. 5ഉം 3ഉം കൂടെ മാപ്പ് ചെയ്യുന്നത്. 5 3 ഒരു പേര്, അടുത്ത പേര് 6 4 ആണ്, അടുത്ത പേര് 7 5 ആണ്. ഇതാണ് റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയാൽ നമ്മളെപ്പോഴും സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പിയിലുണ്ടായിരിക്കണം, വൈ ക്യൂയിലുണ്ടായിരിക്കണം. കൂടാതെ ഇത് തമ്മിലൊരു കണക്ഷനും കൂടെ പഠിക്കണം. 5 3 ആ, 5ൽ നിന്ന് 2 കുറച്ചാൽ 3 കിട്ടും, 6ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടും, 7ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടും. ആദ്യത്തേത് എക്സും രണ്ടാമത്തേത് വൈ അല്ലേ. വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ആണ്. ഇങ്ങനെ കണ്ടുപിടിച്ചെഴുതണം. ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, റിലേഷൻ കിട്ടിയാൽ മതി. ഇത് ഇങ്ങനെ എഴുതുക. അത് ക്ലിയർ ആയല്ലോ. റിലേഷൻ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? അത് അദ്ദേഹത്തിന്റെ കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് റിലേഷൻ എഴുതുക. എഴുതിയിട്ട് ആദ്യം വരുന്ന ഡൊമൈന്, രണ്ടാമത് വരുന്നത് റേഞ്ച്. അത്രയും കാര്യങ്ങളാണ് റിലേഷനകത്തുള്ളത്. നിങ്ങളത് ശരിക്കും അത് നോക്കി നന്നായിട്ട് പഠിക്കാൻ. കഴിഞ്ഞ വർഷം ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ശരിക്കും ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഐഡിയ ആയല്ലോ. അല്ലെ തന്നെ നമ്മളിപ്പോൾ സെക്കൻഡ് ഇയറിലൊന്ന് റിലേഷനൊക്കെ പഠിച്ച് നിർത്തിയതേ ഉള്ളൂ. ഇനി അടുത്തത് ഫങ്ഷൻസാണ്. ഫങ്ഷൻസിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല, സെക്കൻഡ് ഇയറിലാണ് കൂടുതലുള്ളത്. ഫങ്ഷൻ എന്ന് പറയുന്ന റിലേഷൻ തന്നെയാണ്, ചില പ്രത്യേകതകളുള്ള റിലേഷൻ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിൽ അപ്പോൾ ഫങ്ഷൻ എഫ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. എഫ് ഫ്രം എ ടു ബി. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി, ഇങ്ങനെ ഡിനോട്ട് ചെയ്തത്. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി എന്നുള്ളത് എഫ് ഫ്രം എ ടു ബി നമുക്ക് എഴുതാം. എഫ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. എയിലെ എല്ലാ എലമെന്റ്സിനും ഒരേ ഒരു ഇമേജ് മാത്രം വേണം. നമ്മൾ മുമ്പ് എഴുതി എക്സ് വൈ എന്ന് പറയുന്ന ഒരു പെയർ എഴുതിയാൽ
എക്സിന്റെ ഇമേജ് ആണ് വൈ, വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ്. എക്സിന്റെ ഇമേജ് വൈ, വൈയുടെ പ്രീ ഇമേജ് എക്സ്. അപ്പം ഇത്രയേ ഉള്ളൂ. എയിലെ ഏത് എലമെന്റ് എടുത്താലും അതിന് ഒരു ഇമേജ് മാത്രം വേണം. എയിലെ എല്ലാ എലമെന്റ്സിനും ഒരു ഇമേജ് മാത്രം വേണം, ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല. എയിലെ എല്ലാത്തിനും വേണം താനും, പക്ഷേ ഒന്നും മതി. അങ്ങനെ വരുന്നതാണ് ഫംഗ്ഷൻ. ഇപ്പൊ ഞാൻ 1-2 എക്സാമ്പിൾ കാണിക്കാം. A is equal to 1, 2, 3, 4. B is equal to 6, 7, 8. ആദ്യത്തെ റിലേഷൻ R1 1, 6, 3, 7, 4, 6. നോക്കാം. ഏത് എലമെന്റ്സ് 1, 2, 3, 4 ആ. 1ന് ഒരു ഇമേജ് 6 ഉണ്ട്, 2ന് ഇമേജ് ഇല്ല. ഇവിടെ ഈ 2 എന്ന് പറഞ്ഞ എലമെന്റ് നോക്കി ഇവിടെ വരുന്നില്ല. 2ന് ഇമേജ് ഇല്ല. 2ന് ഇമേജ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഇനി അടുത്ത എഴുതാം. R2 is equal to സെറ്റ് 1, 6, 2, 7, 4, 6, 3, 7, 2, 8. നോക്കാം. 1ന് 2നും 3ക്കും 4നും എല്ലാത്തിനും ഇമേജ് ഉണ്ട്, പക്ഷേ 2ന് 2 ഇമേജസ് ഉണ്ട്. 2ന് 7 ഒരു ഇമേജ് ആണ്, 2ന് 8 ഒരു ഇമേജ്. അങ്ങനെ പറ്റത്തില്ല. എല്ലാം വേണം, ഒറ്റ തവണ മതി. എല്ലാ എലമെന്റ്സും വരണം, ഒറ്റ തവണ മാത്രം മതി. അതായത് ഒറ്റ ഇമേജ് മതി. ഇവിടെ 2 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതായത് 2 ഇമേജ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഇതും ഫംഗ്ഷൻ അല്ല, ഇതും ഫംഗ്ഷൻ അല്ല, ഇതും ഫംഗ്ഷൻ അല്ല. ഇനി R3 എഴുതിയാൽ 1, 6, 2, 7, 4, 6, 3, 7. ഇത് എഴുതിയാൽ നോക്കാം. എല്ലാത്തിനും ഓരോ ഇമേജുകൾ. 1ന് ഒറ്റ ഇമേജ്, 2ന് ഒറ്റ ഇമേജ്, 3ക്ക് ഒറ്റ ഇമേജ്, 4ന് ഒറ്റ ഇമേജ്. എല്ലാത്തിനും ഓരോ ഇമേജുകൾ. ഇത് ഫംഗ്ഷൻ. ഒരു ഇമേജ് മാത്രം വന്നാൽ അത് ഫംഗ്ഷനാണ്. ക്ലിയർ ആയി? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, പേരുള്ള കുറേ ഫംഗ്ഷൻസ്. അത് നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷനും ഗ്രാഫും ഡൊമൈനും റേഞ്ചും അത് ഓർത്തിരിക്കണം. അത് ചിലപ്പോൾ ഏതെങ്കിലും ഓർമ്മ ചോദിക്കും. ഡിഫൈൻ സിഗ്നൽ ഫംഗ്ഷൻ അല്ലെ ഡിഫൈൻ മോഡുലസ് ഫംഗ്ഷൻ, അപ്പോൾ അതിൻ്റെ ഡൊമൈൻ റേഞ്ച് അങ്ങനെ ചോദിച്ചാൽ നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം ഇത്ര എഴുതി ദ ഫംഗ്ഷൻ എഫ് ഫ്രം R to R. ഫംഗ്ഷൻ എഫ് ഫ്രം R to R given by ഇത്ര ഷോർട്ട് ആയിട്ട് എഴുതി എഫ് ഫ്രം R to R given by f of x equal to x. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ദിസ് ഈസ് ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഹെഡിങ് ഇത് f from R to R given by f of x equal to x എഴുതിയാൽ മതി. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് അറിയാമല്ലോ. 90 ഡിഗ്രി കൂടി അല്ല 90 45 ഡിഗ്രി കൂടി ഇങ്ങനെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് എന്ന ഡൊമൈൻ കാണാൻ വേണ്ടി ആ ഗ്രാഫിനെ എക്സ് ഐസിലേക്ക് പ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. എക്സ് ഐസിലേക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ രണ്ട് സൈഡ് കൊണ്ടുവന്നാൽ എക്സ് ഐസ് ഫുള്ള് കിട്ടും. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 ഫുള്ള്, എക്സ് ഐസ് റിയൽ ലൈൻ ഫുള്ള് 6 വരും. റേഞ്ച് കാണാനായിട്ട് ചോദിച്ചാൽ വൈ ഐസിലേക്ക് പതിപ്പിച്ചു കൊണ്ടുവരിക. ഈ രണ്ട് സൈഡിൽ നിന്നും വൈ ഐസിലേക്ക് വെട്ടിക്കൊണ്ട് വന്നാൽ വൈ ഐസ് ഫുള്ള് വരും. പോസിറ്റീവ് പാർട്ട് ഫുള്ളും വരും. ഈ താഴ്ഭാഗം ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് പാർട്ട് കൊണ്ട് വരും. 6 വരും. ഡൊമൈനും 6, റേഞ്ചും 6. ഇങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അടുത്തത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷനും ഡെഫിനിഷൻ ഇങ്ങനെ എഴുതാം. f from R to R given by f of x equal to constant c. c ഒരു റിയൽ നമ്പർ. കോൺസ്റ്റന്റ് c ഏത് വേണമെങ്കിലും പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. എക്സ് വൈ ഈ പോയിന്റ് ആണ് സി എങ്കിൽ സി ഇവിടെയാണ് താഴെ വരും. പോയിന്റ് ആണ് സി എങ്കിൽ എക്സ് 1 വന്നാലും സി, 2 വന്നാലും സി, 3 വന്നാൽ ഏത് വന്നാലും സി. അപ്പൊ ഈ സിയിൽ കൂടി പോകുന്ന ഒരു ലൈൻ, എക്സൈസിന് പകരമായിട്ട് പോകുന്ന ലൈനാണ് നമ്മുടെ ഗ്രാഫ്. സിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഈ എക്സൈസ് തന്നെ വരും. സിയുടെ വാല്യൂ ഇങ്ങോട്ട് താഴോട്ട് വരുവാണെങ്കിൽ താഴെ കൂടെ വരും, പാരലൽ വരും. അപ്പൊ സി മാറുന്നതനുസരിച്ച് ഗ്രാഫ് മാറി വരാം. എനിവേ ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഡൊമൈൻ നോക്കാനായിട്ട് ഈ ഗ്രാഫിനെ എക്സൈസിലേക്ക് നിൽക്കാൻ മതി. എക്സൈസിലേക്ക് നിൽക്കുമ്പോൾ എക്സ് ഫുള്ള് കിട്ടുന്നില്ല. അപ്പൊ ഡൊമൈൻ ആവുകയും റേഞ്ച് കാണാൻ വേണ്ടി ഈ ഗ്രാഫിനെ വൈ ഐസിലേക്ക് നിൽക്കട്ടെ. വൈ ഐസിലേക്ക് ഞെക്ക് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒറ്റ പോയിന്റ് മാത്രമേ വരുള്ളൂ. ഈ പോയിന്റിനെ കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പോയിന്റിലേക്ക് വരും. ഈ ഭാഗം കംപ്ലീറ്റ് ഇങ്ങോട്ട് ഞെക്കി കൊണ്ടുവന്നാൽ ഈ ഒറ്റ പോയിന്റിലേക്ക് വരും. ആ ഒരു സിംഗിൾ പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ വൈ ഐസിലേക്ക് നിൽക്കുമ്പോൾ, സിംഗിൾ പോയിന്റ്. പക്ഷേ ഡൊമൈനും റേഞ്ചും ഒക്കെ സെറ്റ് ആയതുകൊണ്ട് സീന്ന് മാത്രം എഴുതിയാൽ പോലെ സെറ്റ് സിംഗിൾ ഇല്ലാതെ എഴുതണം. ഡൊമൈൻ റേഞ്ച് സെറ്റുകളാണ്, അപ്പോൾ സെറ്റ് ഇല്ലാതെ എഴുതണം. അങ്ങനെ സെറ്റ് സി വരും. അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇനിയുള്ളത് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്. R to R given by f of x equal to modulus x. മോഡുലസ് എക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം.
-1 if x less than 0. Less than or equal to 0 എഴുതാൻ കുഴപ്പമില്ല. ആൻഡ് -1 അല്ല, x നെഗറ്റീവ് ആണെങ്കിൽ -x less than or equal to 0 and x greater than or equal to 0 equal to ഒരിടത്ത് ഈക്വൽ എഴുതിയാൽ മതി. ഇതാണ് മോഡുലസിന്റെ ഇക്വേഷൻ. നമ്മൾ ഇപ്രാവശ്യം എഴുതിയിട്ടുണ്ട്. f(x) = മോഡുലസ് x. അതിന്റെ ഇക്വേഷൻ ആണ് -x if x less than or equal to 0. x if x greater than 0. അതിന്റെ ഗ്രാഫ് V ഷേപ്പിലാണ്. ഗ്രാഫ് V ഷേപ്പില്, മോഡുലസിന്റെ ഗ്രാഫ് V ഷേപ്പില്. ചിലപ്പോൾ f(x) = -mod x ചോദിക്കും. -mod x ചോദിച്ചാൽ V ഷേപ്പ് താഴോട്ട് വരും. താഴ്ഭാഗം ഇങ്ങനെ വരും. മൈനസ് വരുമ്പോൾ നേരെ തിരിഞ്ഞത് നെഗറ്റീവ് പാർട്ട് മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത് മോഡുലസ് എക്സിന്റെ ഗ്രാഫ്. ഡൊമൈൻ ചോദിച്ചാൽ എക്സൈസിലേക്ക് കൊണ്ടുവരിക. എക്സൈസിലേക്ക് ഞെക്കി കൊണ്ടുവരുമ്പോൾ ഇതിനെ കൊണ്ടുവരുമ്പോൾ ഈ ഭാഗം ഫുള്ള് കിട്ടും, ഇവിടെ കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ഭാഗം ഫുള്ള് കിട്ടും. എന്നിവയെ ഇത് ഫുള്ള് വരും. 6 വരും. റേഞ്ച് എഴുതുമ്പോൾ ഇത് 2 ഭാഗം ഞെങ്ങിയാലും 7 ഭാഗം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ R+ റിയൽ പ്ലസ്സേ വരുള്ളൂ. മോഡുലസ് അല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിയൽ പ്ലസ്. ഈ നെഗറ്റീവ് മോഡുലസ് ആണെങ്കിൽ നെഗറ്റീവ് മാത്രം, R- വരും, താഴോട്ട് മാത്രമേ വരുള്ളൂ. അപ്പം അങ്ങനെ. പിന്നെ സിഗ്നൽ ഫംഗ്ഷനും ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനും ഉണ്ട്. സിഗ്നൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും f from R to R by f(x) equal to -1 when x less than 0. നെഗറ്റീവ് വരുമ്പോൾ -1, 0 വരുമ്പോൾ 0, പോസിറ്റീവ് വരുമ്പോൾ x greater than 0 വരുമ്പോൾ +1. ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ. സിഗ്നൽ ഫംഗ്ഷനോ സൈനം ഫംഗ്ഷനോ ഒക്കെ പറയാം. നെഗറ്റീവില് -1, 0-ല് 0, പോസിറ്റീവില് 1. അതിന് ഗ്രാഫ് വരച്ചാൽ 1 -1 0. x നെഗറ്റീവ് എന്ന് പറയുമ്പോൾ x ഈ ഭാഗം വരും. നെഗറ്റീവ് വരുമ്പോൾ ഫുള്ള് -1. ഇവിടെ എല്ലാം -1 വരും. അപ്പം ഈ 0 വരുമ്പോഴില്ല, അതിന് ഇപ്പുറം മുഴുവൻ -1. x = 0 വരുമ്പോൾ നേരെ 0-ലേക്ക് വരും. അപ്പോൾ 0 അവിടെ ഡാർക്ക് ചെയ്തിടുക. അതായത് -1 നെഗറ്റീവിന് ഫുള്ള് -1. -1ന്റെ നേരെ വരും. 0-ൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഇല്ല, നേരെ ഇങ്ങോട്ട് ചാടും. 0 കഴിഞ്ഞ് അടുത്ത പോയിന്റ് വരുമ്പോഴത്തേക്കും നേരെ 1-ലോട്ട്, പിന്നെ അങ്ങോട്ട് ഫുള്ള് 1. അപ്പം ഈ പോയിന്റ് 0-ലില്ല, ബാക്കി ഫുള്ള് 1. ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ. ഡൊമൈൻ എടുക്കുമ്പോൾ നിങ്ങൾ എക്സൈസിലേക്ക് ഞെക്കുമ്പോൾ x ഫുള്ള് വരുന്നുണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ R ഫുള്ള് വരുന്നുണ്ട്. റേഞ്ച് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഈ ഭാഗം ഞെക്കി വരുമ്പോൾ +1 കിട്ടും. ഇനി ഇവിടെ ഒരു 0 കിടപ്പുണ്ട് സിംഗിൾ ആയിട്ട്. +1 ഉണ്ട്, 0 ഉണ്ട്. ഈ ഭാഗം ഞെക്കുമ്പോൾ -1 വരും. അപ്പം ആകെപ്പാടെ -1ഉം 0ഉം 1ഉം മാത്രം. സെറ്റില്ലാത്ത 3 എലമെന്റ്സ് എഴുതുക. അതാണ് റേഞ്ച്. പിന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഉണ്ട്. അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് വരും. സ്റ്റെപ്പ് ആയിട്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(x) = ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x. ഇങ്ങനെ എഴുതിയാലും മതി. അതിന്റെ എക്സ്പാൻഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ നിർബന്ധമൊന്നും എഴുതണമെന്ന്. ഇതിന്റെ ഇക്വേഷൻ ഇതാണ്. -2 if -2 less than or equal to x less than 1. 1 തൊട്ട് -2 വരെ, -2 തൊട്ട് -2 ഉൾപ്പെടെ -2 തൊട്ട് 1-ന് തൊട്ട് മുമ്പ് വരെ -2 ആണ്. പിന്നെ -1 if -1 തൊട്ട് 0 വരെ. 0-ൽ എത്തുമ്പോൾ നേരെ 0-ലേക്ക് വരും. 0 less than or equal to x less than 1. 1 വരുമ്പോൾ 1 വരും. അടുത്തത് അങ്ങനെ പോകും. 2 if 2 less than or equal to x less than 3. അതായത് ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2.36 ആണെങ്കിൽ 2.36-നെക്കാട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന ഇൻറ്റിജർ. 2.36 ഇൻറ്റിജർ എന്നുള്ള x എടുക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.36. 2.36-ന്റെ തൊട്ട് പുറകിൽ വരുന്നത് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ അല്ലേ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.35. അതായത് ഇതിപ്പം 2, 3. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിന് തൊട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ തൊട്ട് പുറകിലുള്ള ഇൻറ്റിജർ 2 ആണ്. ഇവിടെ എടുത്താലും തൊട്ട് പുറകിലുള്ള ഇൻറ്റിജർ 2 ആണ്. ഇവിടെ എടുത്താലും തൊട്ട് പുറകിലുള്ള ഇൻറ്റിജർ 2 ആണ്. 3 വരുമ്പോഴത്തേക്കും 3 വരും. അതാണ്
2 തൊട്ട് 3 വരെ കംപ്ലീറ്റ് 2 എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും 1 ആണ് ഇൻറ്റിജർ. അതിന്റെ പുറയിലുള്ള ഇൻറ്റിജറാണ്, പുറയിലുള്ള ആദ്യത്തെ ഇൻറ്റിജർ എടുക്കണം. ഇവിടെ വരുമ്പോഴും 1, ഇവിടെ വരുമ്പോഴും 1. അതാണ് അത് വരുന്നത്. ഇനി 0, ഇത് 1ന്റെ 0ന്റെ ഇടയ്ക്ക് ഏത് വന്നാലും 0. അതാ 1ന്റെ 0യുടെ ഇടയ്ക്ക് വന്നാൽ 0. ഇനി 0യുടെ -1ന്റെ ഇടയ്ക്ക് വന്നാൽ -1. അങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് വെച്ചാൽ the greatest integer less than or equal to that number. Less than or equal to ഏത് നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ചോദിച്ചാലും ഇപ്പൊ -10.56ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10.5. -10.5 പുറയിലുള്ള ഇൻറ്റിജർ -11 ആണ്. നെഗറ്റീവ് വരുമ്പോൾ തെറ്റിപ്പോകും. -11 പുറയിലുള്ള വരുമ്പോൾ ന്യൂമറിക്കലി വിടുക, പോസിറ്റീവ് പോലെ അല്ല നെഗറ്റീവ്, ശ്രദ്ധിച്ചോളാം. ഇതിന്റെ ഗ്രാഫ് വരച്ച സ്റ്റെപ്പ് ഫംഗ്ഷനാണ് 0, 1, 2, 3, 4. 0 തൊട്ട് 1 വരെ 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 0 ഉൾപ്പെടെ 1 വരെ. 1 ഇല്ല, നേരെ 1 പോകും. ഇത് 1, ഇത് 2, 3. 1 എത്തുമ്പോൾ നേരെ 1 പോകും. അതങ്ങനെ പോയി 2 എത്തുമ്പോൾ നേരെ അടുത്ത സ്റ്റെപ്പ് 2ലേക്ക് പോകും. 3 എത്തുമ്പോൾ നേരെ അടുത്തേക്ക് പോകും. അങ്ങനെ പോകും, സ്റ്റെപ്പായിട്ട് പോകും. സ്റ്റെപ്പ് ഫംഗ്ഷൻ. പിന്നെ ഡൊമൈൻ എഴുതിയാൽ എക്സൈസിലേക്ക് പതിച്ചാൽ ഇവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ പോകുന്നത്. എക്സൈസ് ഫുള്ള് കിട്ടും. ഓരോ ഭാഗം എക്സൈസിലേക്ക് ഇതിപ്പോൾ ഇവിടെ ഉണ്ട്. ഈ ഭാഗം കൊണ്ടുവന്നാൽ ഇത്രയും കിട്ടും, അടുത്ത ഭാഗം താഴോട്ടുള്ളത് ഇത്രയും കിട്ടും. അങ്ങനെ പോകും. ഡൊമൈൻ 6 വരും. റേഞ്ച് എന്ന് പറയുന്നത് YXലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ 0 മാത്രമേ ഇട്ടുള്ളൂ. ഇതിനെ കൊണ്ടുവരുമ്പോൾ 1 മാത്രമേ ഇട്ടുള്ളൂ. ഇതിനെ കൊണ്ടുവരുമ്പോൾ 2 മാത്രമേ ഇട്ടുള്ളൂ. ഇവിടെ -1 ഇൻറ്റിജേഴ്സ് ഫുള്ള് വരും. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ എക്സെട്ര -3, -1, -2, 0, 1, 2, 3 എക്സെട്ര ഇൻറ്റിജേഴ്സ് എല്ലാം കിട്ടും. ഇത്രയാണ് പേരുള്ള ഫങ്ഷൻസ്. ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് വേറെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം. x2, x3, 1/x അങ്ങനെയുള്ള ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എക്സും വൈയും f of x equal to f from R to R by f of x equal to x2 ചോദിച്ചാൽ ടേബിൾ വരച്ച് ഗ്രാഫ് വരയ്ക്കണം. അതായത് x y equal to f of x പോയിന്റ്സ് കണ്ടുപിടിച്ച് ചെയ്യാം. എക്സിന് ആദ്യം 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ 0യുടെ സ്ക്വയർ കിട്ടും, അത് 0. എക്സിന് 1 കൊടുക്കുക. 1ന്റെ സ്ക്വയർ 1 തന്നെ. -1 കൊടുക്കുക. -1ന്റെ സ്ക്വയറും 1 തന്നെ. 2 കൊടുക്കുക. 2ന്റെ സ്ക്വയർ 4. -2 കൊടുക്കുക. -2ന്റെ സ്ക്വയർ 4. അങ്ങനെ വരും. ഇനി ഗ്രാഫ് വരയ്ക്കാം. 0, 1, 2, -1, -2, 1, 2, 3, 4. ആദ്യത്തെ പോയിന്റ് x0 y0, എക്സും വൈയും 0 ഈ പോയിന്റ് x0 y0. അടുത്ത പോയിന്റ് x1 y1, എക്സും 1 വൈയും 1 ഇവിടെ വരും. അടുത്ത പോയിന്റ് x -1 y1, x -1 y1 ഇവിടെ വരും. അടുത്ത പോയിന്റ് x2 y4, x2 വരുമ്പോൾ y4 ഇവിടെ വരും. അടുത്ത x -2 വരുമ്പോഴും 4, -2 വരുമ്പോഴും 4. ഇങ്ങനെ വരും. ഇങ്ങനെ പോയിന്റ് കണ്ടുപിടിച്ച് വരയ്ക്കുമ്പോൾ കർവായിട്ട് കിട്ടുവേ. ഇതാണ് x4ന്റെ ഗ്രാഫ്. ഇങ്ങനെ ടേബിൾ വരച്ചിട്ട് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ x3 വരയ്ക്കാം. f of x ഇതുപോലെ പോയിന്റ്സ് എഴുതുക. x3 ചോദിച്ചാൽ x3 ചോദിച്ചാൽ 0 ക്യൂബ് 0 വരും, 1 ക്യൂബ് 1 വരും, -1ന്റെ ക്യൂബ് -1 വരും, 2ന്റെ ക്യൂബ് 8 വരും, -2ന്റെ ക്യൂബ് -8 വരും. അപ്പം അത് ശ്രദ്ധിക്കണം, കുറേ ഇട വേണം. ഈ ഭാഗം വായിക്കണം. 0 0 എന്ന് ഓർത്തോണേ, 1 1 എന്ന് ഓർത്തെഴുതുക. 0, 1, 2
-1 -2. കാരണം ഇവിടെ 8 വരെ അടയാളപ്പെടുന്നത്. മുകളിൽ 8 വേണം, താഴെ 8 വേണം. 1 2 3 4 5 6 7 8. താഴോട്ട് അതുപോലെ തന്നെ -1 -2 -3 -5 -6 -7 -8. ഈ പോയിന്റ് എക്സ് 0 വരുമ്പോൾ 0 0 0 ഞാൻ പറഞ്ഞായിരുന്നു ഓർത്തോണെന്ന്. അതുപോലെ 1 1 ഓർത്തോണം. എക്സ് 1 വരുമ്പോഴും വൈയും 1 അത് രണ്ടും ഓർത്തോണെന്ന് പറഞ്ഞായിരുന്നു. ഇനി എക്സ് -1 വരുമ്പോൾ വൈ -1 -1 വരുമ്പോഴും ഇവിടെ വരും ഈ പോയിന്റ് -1. അടുത്ത എക്സ് 2 വരുമ്പോൾ 8 വരും. 2 വരുമ്പോൾ ഇവിടെ 8 വരും. -2 വരുമ്പോൾ -8 വരും. -2 വരുമ്പോൾ ഇങ്ങനെ താഴെ -8 വരും. അപ്പം ഗ്രാഫ് വരിക. ഈ ഭാഗത്ത് ഇങ്ങനെ വരച്ചാൽ ഇതിങ്ങനെ കർവായിട്ട് ഇങ്ങനെ പോവും. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ ഇവിടെ നിന്ന് കർവായിട്ട് താഴോട്ട് വരും. ഇതാണ് x³ ഗ്രാഫ്. വേറെ ഏത് ഗ്രാഫ് ചോദിച്ചാൽ ഇതുപോലെ നിങ്ങൾ പോയിന്റ്സ് അവിടെ അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുക. അപ്പം നമുക്ക് കിട്ടും. ഇങ്ങനെ ഗ്രാഫ് ഇത് പഠിച്ചോണം, ശരിക്കും പഠിച്ചോണം ഗ്രാഫ്. പിന്നെ ഉള്ള ഫംഗ്ഷന്റെ ഓൾജിബ്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചിലപ്പോൾ ചോദിക്കാം, അത് വളരെ സിമ്പിൾ ആണ്. ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ്, അതായത് f(x) ഉം g(x) ഉം രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) g(x) രണ്ട് ഫംഗ്ഷൻ തന്നാൽ നമുക്ക് f(x) + g(x) അതിന്റെ കുറെ ഓപ്പറേഷൻ f + g(x) കാണാൻ പറഞ്ഞേ, +g കാണാൻ പറഞ്ഞേ. f + g കാണാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. f + g(x) = എന്ന് എഴുതുക, f(x) + g(x) എന്ന് എഴുതുക. ഇനി f - g കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക, f - g(x) എന്ന് പറഞ്ഞാൽ f(x) - g(x) എന്ന് എഴുതുക. ഇങ്ങനെ എഴുതുക. ഇനി കോൺസ്റ്റന്റ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് കാണാൻ പറഞ്ഞാൽ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആൽഫ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആൽഫ എന്ന് കെന്നോ സീന്നോ എങ്ങനെ വേണമെങ്കിലും സി ആയിരിക്കും ചിലപ്പോൾ, കുഴപ്പമില്ല. ഈ എഫ് ഇൻറ്റു ജി രണ്ട് ഫംഗ്ഷൻ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് കാണാൻ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എഴുതുക. ഇനി എഫ് ബൈ ജി ഓഫ് എക്സ് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് അല്ല, ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പം അങ്ങനെ എഴുതിയാൽ മതി. ഇത് ഓർത്തിരുന്നോണം. ഇത് വളരെ സിമ്പിളാണ്. ചുമ്മാ എഴുതിയാൽ മതി. അപ്പം നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എഫ് പ്ലസ് ജി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 3x, g of x ഈക്വൽ ടു x - 5. എന്നിട്ടോ എഫ് പ്ലസ് ജി എഫ് മൈനസ് ജി അതെല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഒന്നും തരില്ല, എഫ് പ്ലസ് ജി കാണാൻ പറയും, എഫ് മൈനസ് ജി കാണാൻ പറയും. അങ്ങനെ ചോദിച്ചാൽ വെറുതെ എങ്ങനെ എഴുതിയാൽ മതി, എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എഴുതിയിട്ട് അതങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. x² - 3x + x - 5 വേണമെങ്കിൽ -3x ഉം +x ഉം കൂടെ കൂട്ടി -2x എഴുതാം. x² - 2x + 5 എഴുതാം. f - g of x ചോദിച്ചാൽ f of x - g of x എഴുതുക. എന്നിട്ട് x² - 3x മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടണം, -x - 5. എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് x² - 3x -x + 5 എന്ന് എഴുതുക. -3x ഉം -x ഉം കൂടെ കൂട്ടി -4x എന്ന് എഴുതുക. അതുപോലെ തന്നെ ചിലപ്പോൾ 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് ചോദിക്കാം. അങ്ങനെ വെച്ചാൽ 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് ചെയ്യാം. അതായത് 3 ഇൻറ്റു എഫ് ഓഫ് എക്സിന് വരെ x² - 3x ഇത്ര എഴുതി അണ്ടർലൈൻ ചെയ്താൽ മതി. സിമ്പിൾ വേണമെന്ന് പോകണ്ട. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എഴുതിയിട്ട് അത് രണ്ടും എഴുതി അങ്ങ് ബ്രാക്കറ്റ് ഇട്ടാൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ x² - 3x ഇൻറ്റു x - 5. എക്സ്പാൻഡ് ചെയ്യാനൊന്നും പോകണ്ട, അങ്ങനെ ഇട്ടാൽ മതി. എഫ് ബൈ ജി ഓഫ് എക്സ് ചോദിച്ചാൽ എഫ് ബൈ ജി എന്നേ ചോദിക്കുള്ളൂ. ഓഫ് എക്സ് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 3x ബൈ x - 5 എന്ന് എഴുതുക. ഇത്ര എഴുതിയാൽ മതി. അപ്പം അങ്ങനെ അത് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഡൊമൈനും റേഞ്ചും ഒക്കെ കാണാൻ ചോദിച്ചാൽ ഗ്രാഫ് വരയ്ക്കുന്ന ഏറ്റവും നല്ലത്. ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - 2x, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - 2x. അപ്പം അതിൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങളുടെ അതിൻ്റെ ഗ്രാഫ് ചോദിച്ചാൽ ചിലപ്പോൾ x > 0 തരുവേ. x > 0 അപ്പോൾ എക്സിന് പോസിറ്റീവ് മാത്രം കൊടുത്താൽ മതി. 0 തൊട്ടുള്ളത് മാത്രം കൊടുത്താൽ x > 0 0 തൊട്ടുള്ളത് കൊടുത്താൽ മതി. നിങ്ങൾ വെറുതെ എക്സും എഫ് ഓഫ് എക്സും എഴുതുക. എക്സിന് 0 നെഗറ്റീവ് കൊടുക്കേ വേണ്ട. 0 കൊടുക്കുമ്പോഴത്തേക്കും 3 - 2 × 0 3 - 0 3 വരും.
എക്സിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോഴത്തേക്കും 3 മൈനസ് 2 ഇൻറ്റു 1, 3 മൈനസ് 2 വരും, അത് 1. എക്സിന് 2 കൊടുക്കുമ്പോഴത്തേക്കും 3 മൈനസ് 2 ഇൻറ്റു 2, 3 മൈനസ് 4 വരും, -1 വരും. ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കുക. ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ എക്സ് 0, 1, 2, 3 അങ്ങനെ പോകും. 1, 2, 3, -1, -2 അങ്ങനെ പോകും. 0 വരുമ്പോഴത്തേക്കും 3 വരും. ഈ പോയിന്റ് 0 വരുമ്പോൾ 3 വരും. 1 വരുമ്പോൾ 1 വരും. 2 വരുമ്പോൾ -1 വരും, ഇവിടെ വരും. ഇത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോകും. സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് 0 തൊട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വേണ്ട, പോസിറ്റീവ് മാത്രം മതി. ഇങ്ങനെ വരും. ഡൊമൈൻ നോക്കുക. ഡൊമൈൻ നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. ഡൊമൈൻ കാണാണ്ട് എക്സൈസിനെ കൊണ്ടുവന്നാൽ പോരെ. നമ്മുടെ ഗ്രാഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട് പോകുന്നില്ല, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൊമൈൻ കാണുമ്പോൾ ഡൊമൈൻ കാണാൻ പറഞ്ഞാൽ ഡൊമൈൻ എക്സൈസിലേക്ക് പ്രസ് ചെയ്യുക. എക്സൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുകൊണ്ട് ഈ 3 ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ 0 വരും. ഇവിടെ നിങ്ങളുടെ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ, R+ മാത്രമേ വരുള്ളൂ. റേഞ്ച് ചോദിച്ചാൽ റേഞ്ച് എന്ന് പറയുമ്പോൾ വൈ ഐസിലേക്ക് കൊണ്ടുവരിക. വൈ ഐസിലേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും 3 തൊട്ട് താഴോട്ടേ വരുള്ളൂ. 3 തൊട്ട് താഴോട്ട്, അതായത് നെഗറ്റീവ് തൊട്ട് ഇങ്ങോട്ട് 3 വരും. ഇങ്ങനെ വേണം എഴുതാം. -∞ തൊട്ട് 3 വരെ, 3 ഉൾപ്പെടെ ഇങ്ങനെ റേഞ്ച് -∞ തൊട്ട് 3 വരെ. ഇങ്ങനെ വേണം ഡൊമൈനും റേഞ്ചും എഴുതാം. ഏത് ഗ്രാഫ് ഏത് ഫംഗ്ഷൻ തന്നാലും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രാഫ് വരികയാണെ പെട്ടെന്ന് കിട്ടും. അല്ലാതെ നിങ്ങൾ അത് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പം ഇങ്ങനെ അത് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും പഠിക്കാം. ഓക്കെ, താങ്ക് യു.